ചിത്രശലഭങ്ങൾ പൂവിനെ തേടി പോകാറുണ്ട്. അത് ഒരിക്കലും പൂവിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ലാണോ? അല്ല, പൂവിൽ തേനുണ്ട് എന്ന് കരുതിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ചിത്രശലഭങ്ങൾ പൂവിനെ തേടി പോകുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളിൽ നല്ല മനസ്സ് ഉണ്ടെങ്കിൽ, നല്ലൊരു മനസ്സിനുടമയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നന്മയുള്ളൊരു മനസ്സിനുടമയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ നന്മകൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ്. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകളുടെ റിസൾട്ട് നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അപ്പം നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യും? ആ നന്മകൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ് കേട്ടോ. അതുപോലെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എല്ലായ്പ്പോഴും നല്ലത് ചിന്തിക്കുക, നമ്മളാൽ കഴിയുന്ന നന്മകൾ പ്രവർത്തിക്കുക കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. നമ്മളാൽ കഴിയുന്ന നന്മകൾ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കുക തന്നെ വേണം കേട്ടോ. നമ്മളെ ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ചില്ല എങ്കിൽ, നമ്മളാൽ കഴിയുന്ന നന്മകൾ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ജീവിതം എന്തായി മാറും? ജീവിതം അർത്ഥശൂന്യമായി മാറും എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല ചിന്തകൾക്കും നല്ല പ്രവൃത്തികൾക്കും മുൻതൂക്കം നൽകുക. ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾക്കും നല്ല ചിന്തകൾക്കും എന്ത് ചെയ്യുക? മുൻതൂക്കം നൽകുക. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളാൽ കഴിയുന്ന നന്മകൾ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള നന്മകൾ ഞാൻ നിങ്ങളോട് ചെയ്യാൻ പറയില്ല കേട്ടോ. നിങ്ങൾക്ക് നഷ്ടമില്ലാത്ത, നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാത്ത, സമൂഹത്തിന് ഉതകുന്ന നന്മകൾ ചെയ്യുന്നതിലെന്തില്ല? യാതൊരു തെറ്റുമില്ല കേട്ടോ. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. കാരണം നിങ്ങളൊരു നന്മ ചെയ്തു, നിങ്ങൾക്ക് ആ നന്മകൾ വേറൊരാൾക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് നന്മകളായി മാറും. പക്ഷേ നിങ്ങൾക്കത് നഷ്ടങ്ങളായി മാറുകയാണെങ്കിൽ അങ്ങനെയുള്ള നന്മകൾ പ്രവർത്തിക്കുവാൻ ഞാൻ നിങ്ങളോട് പറയില്ല കേട്ടോ. നിങ്ങളുടെ നന്മകൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും സന്തോഷം, മറ്റേ വ്യക്തിക്കും ആ നന്മ ലഭിക്കുന്ന വ്യക്തിക്കും സന്തോഷം. അങ്ങനെയുള്ള നന്മകൾ മാത്രമേ ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുകയുള്ളൂ കേട്ടോ. നന്മകൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, അത് വേറെ കാര്യം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ എന്ത് ചെയ്യുക? നല്ല ചിന്തകൾക്കും നല്ല പ്രവൃത്തികൾക്കും മുൻതൂക്കം നൽകുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ജീവിതത്തിൽ നന്മ ചെയ്യുന്നവരാരും തന്നെ എന്ത് ചെയ്യില്ല, ജീവിതത്തിൽ പരാജയപ്പെടാറില്ലെന്നാണ്. ജീവിതത്തിൽ നിങ്ങളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ആ നന്മകൾ 10 മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുമെന്നാണ്. പക്ഷേ അതിന് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത നന്മയുടെ ഫലം ലഭിക്കണമെന്നില്ല. അങ്ങനെയുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു നന്മ ചെയ്തു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ ഈ നന്മകളുടെ ഫലം, റിസൾട്ട് ലഭിക്കണമെന്നില്ല. നിങ്ങൾ ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള നന്മകളുടെ ഫലം 10 മടങ്ങ് ഇരട്ടിയായി നിങ്ങളെ തേടി എത്തുമെന്നാണ് കേട്ടോ. അങ്ങനെയുള്ള നന്മകൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സന്തോഷദായകമായി തീരുമെന്നാണ്. അപ്പോൾ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക കേട്ടോ. ജീവിതത്തിൽ എന്ത് ചെയ്യുക? ജീവിതത്തിൽ നന്മകൾ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കർമ്മനിരതരാകുക കേട്ടോ. എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവരായിട്ട് മാറുക കേട്ടോ. അതുപോലെ അധ്വാനിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ പോലും ജീവിതം എന്ത് ചെയ്യും? ആ വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുമെന്നാണ്.